സംഘം ഇതാ പോകുന്നു. നമ്മൾ ആ ദൃശ്യം കാണുന്നു. മലയാളികൾ ഓരോ പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്ന ഒരു നിമിഷമാണ് അർജുനെ ഒന്ന് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ. പക്ഷേ ആ നിരാശയുണ്ടെങ്കിലും അർജുനെ അവസാനമായി ഒന്ന് കാണണം. ഏത് രീതിയിലായിരിക്കും അർജുന്റെ സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുക, അതിനെല്ലാം വിരാമം വിട്ടുകൊണ്ട് ന്യൂസ് 18 സംഘമാണ് ഏറ്റവും മുന്നിലുള്ളത്. ഈ ദൃശ്യം ഇപ്പോൾ നമ്മൾ ആ ദുരന്ത ഭൂമിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ അവിടെ എത്തും. എന്തായാലും ലോറി കണ്ടെത്തിയെന്ന ഔദ്യോഗികമല്ലെങ്കിലും ഒരു സ്ഥിരീകരണമാണ് നമുക്ക് വരുന്നത്. അത് സത്യമാണോ എന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം മതി. കൃത്യമായ ആ വാക്കുകൾക്ക് പിന്നാലെ തന്നെ മാധ്യമങ്ങൾക്ക് ഇങ്ങോട്ട് കടക്കാനുള്ള അനുമതിയും ലഭിക്കുന്നു. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ലോറി കിട്ടിയെന്ന സ്ഥിരീകരണത്തിലേക്കായിരുന്നു പോകുന്നത്. 9 നാളായിരിക്കുന്നു, ദിവസങ്ങളായിരിക്കുന്നു നമ്മളിവിടെ ഓരോ നിമിഷവും കാത്തിരിക്കുന്നത് അർജുൻ എവിടെ എന്ന ചോദ്യവുമായി. അതിനെല്ലാം ഒരു വിരാമമാകുന്നു ഇന്ന് എന്ന് വേണം ഈ ദൃശ്യങ്ങൾ പറയുന്നത്. അതാണ് നമുക്ക് കാണാം. വലിയ മലമേടുകളുള്ള വലിയ മലപിടിച്ചിലുള്ള സ്ഥലങ്ങളാണ്. ആ മലമേടിലേക്കാണ് പോകുന്നത്, ആ ദുരന്ത ഭൂമിയിലേക്കാണ് പോകുന്നത്. ഇതിന്റെ അരികിലെല്ലാം മണ്ണിടിഞ്ഞ് നിൽക്കുന്നത് കാണാം. കൃത്യമായ പോലീസ് നമ്മളെ ഇപ്പോൾ കടത്തിവിട്ടിരിക്കുന്നു. ഈ പ്രദേശത്തെ അടുത്ത ചെക്ക് പോസ്റ്റാണിത്. അവിടെയും കടന്നു നമ്മൾ എത്തിയിരിക്കുന്നു ആ ദുരന്ത ഭൂമിയിൽ. എന്തായാലും നിരവധി ആളുകളാണ് ഇത്തരത്തിൽ കണ്ണീരോടെ പ്രാർത്ഥനയോടെ അർജുൻ എവിടെ എന്ന ചോദ്യം ഉന്നയിച്ച് ഇത്തരത്തിൽ നിരന്തരം ടെലിവിഷന് മുന്നിൽ നമ്മുടെ മുന്നിലും എത്തിയിരിക്കുന്നത്. ഏതായാലും കൃത്യമായ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എങ്കിലും ലഭിക്കുന്ന സൂചനകളെല്ലാം തന്നെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറി കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ കാണാം ആ മലയിടുക്കുകൾ കാണാം. വലിയ തോതിൽ കുന്നിടിഞ്ഞു വീണ മലയിടുകളുടെ ദൃശ്യങ്ങളാണ് തത്സമയം ന്യൂസ് 18 പുറത്തുവിടുന്നത്. ആ ദുരന്ത ഭൂമി തൊട്ടരികിൽ എന്തായാലും വലിയ തോതിലുള്ള ഏറ്റവും ദുഃഖവാർത്ത പുറത്തു വന്ന ആ ദുരന്ത ഭൂമിയാണിത്. അവിടെ 7 മൃതദേഹങ്ങൾ അന്ന് തന്നെ ലഭിക്കുന്ന സാഹചര്യം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അവിടെയാണ് ആ കടയുണ്ടായിരുന്നത്. ആ കട ഇപ്പോൾ കാണാനേ ഇല്ല. അവരുടെ വീട് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തായാലും ദിവസങ്ങൾക്ക് ശേഷം 3-4 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഇതേ സ്ഥലത്തെത്തിയിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യം ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ഓരോ മിനിറ്റിനും അത്ര ആകാംക്ഷയോട് കാത്തിരുന്ന പ്രേക്ഷകർക്കായി ആ ദൃശ്യം തത്സമയം തന്നെ കാണിക്കാൻ പറ്റുന്നു. എന്തായാലും ആ ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ ഇപ്പോഴും JCB ഒക്കെ അവിടെ ചലിക്കുന്നത് കാണാം. പുഴയിൽ നിന്നാണ് ഇത്തരത്തിൽ ലോറി കിട്ടിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും സച്ചിൻ ദേവ് MLA ഉൾപ്പെടെ ഉള്ളവർ നമുക്ക് മുന്നിലുണ്ട്. അവരും അങ്ങോട്ടേക്ക് കടന്നു പോകുന്നുണ്ട്. KV ബൈജു ഉറപ്പായും ആ ദൃശ്യങ്ങളിലേക്ക് എത്തുക. KV ബൈജു ആണ് അവിടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ദുരന്ത ഭൂമിയിലാണ് ബൈജുവും ക്യാമറമാൻ സുമേഷ് മൊറാഴയും എത്തിയിട്ടുള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്നു ആ ലോറി കണ്ടെത്തുന്ന വാർത്ത കേൾക്കുന്നതിന്. ഏറ്റവും ഒടുവിൽ 9ാം ദിവസം ഈ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി വാർത്ത പുറത്തു വരുന്നു. ഇപ്പോൾ മാധ്യമങ്ങൾക്കും ഉള്ളിലേക്കുള്ള ഒരു പ്രവേശനം അനുവദിച്ചിരിക്കുന്നതാണ്. ലോറിയിലേക്ക് എത്തി എന്നുള്ള സ്ഥിരീകരണം അത് AK അഷ്റഫ് MLA ആണ് ന്യൂസ് 18 നൽകിയത്. MLAക്ക് ലഭിച്ച വിവരം അത് ഉറപ്പായും അത് ഔദ്യോഗികമായി തന്നെ ആയിരിക്കണം എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾക്കുള്ള പ്രവേശനത്തിനുള്ള അനുമതിയും നൽകുന്നത്. മാധ്യമങ്ങൾക്ക് പ്രവേശനത്തിനുള്ള അനുമതിയും നൽകുന്നു. അവിടെ